ഷാനിമോൾ ഉസ്മാൻ നമുക്കൊപ്പമുണ്ട്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, വളരെ വളരെ മോശമെന്ന് പറയാൻ കഴിയുന്ന പ്രതികരണമാണ് ഇന്ന് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഭാഗത്തുണ്ടായത്. അദ്ദേഹം ആദ്യം പറയുന്നത്, താങ്കളത് കേട്ട് കാണുമെന്ന് ഞാൻ കരുതുകയാണ്, അർദ്ധവസ്ത്രം ധരിച്ച സ്ത്രീകൾ മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്നു, അവരുടെ നടപ്പും രീതിയും കണ്ടാൽ അറിയാം, മന്ത്രിമാരെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഈ പരാതിക്കാരെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെയാണോ ഇത്രയും ഗൗരവമുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ നിൽക്കുമ്പോൾ ഒരു ജനപ്രതിനിധി സംസാരിക്കേണ്ടത്? കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതൊക്കെ ഇത്ര വലിയ കുറ്റകൃത്യമായിട്ട് കോൺഗ്രസിലെ നേതാക്കൾ കാണുന്നുണ്ടോ? അല്ല, ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോ ഈ സത്യത്തിൽ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്, ഞാൻ സംസ്ഥാനത്തിന് പുറത്താണുള്ളത്. ശരി, ഒറ്റ സെക്കൻഡ് ഒന്ന് അല്ല 40 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം കേൾപ്പിക്കാം, അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം, ശേഷം പറഞ്ഞാൽ മതിയല്ലോ. നല്ലത്. ശരി, പ്ലേ ചെയ്യും. 3-3.5 വർഷം മുമ്പ് നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പൊ എന്തുകൊണ്ട് പരാതി വന്നു എന്നും കൂടി അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ടാണ്? അല്ല, അന്ന് എന്താ നമ്മുടെ നാട്ട് അല്ല, അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ? ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ ആരുണ്ട്, എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ വരികൾ ഓക്കെയാണ്, കാരണം അന്ന് പരാതി നടന്നെങ്കിൽ അത് പാർട്ടിയിൽ അറിയിക്കുമ്പോൾ നടപടി ഉണ്ടായെങ്കിൽ പോലീസിനെ സമീപിക്കാമല്ലോ, എന്തുകൊണ്ട് പോയില്ല എന്നൊക്കെയാണ്. ശരി, അങ്ങനെ ആലോചിക്കാം. പക്ഷെ അടുത്ത വരികളാണ്, അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്നു, അവരുടെ നടപ്പും രീതിയും, അവർ പങ്കെടുക്കുന്ന പരിപാടികൾ, മന്ത്രിമാരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഇതൊക്കെയാണ് വി കെ ശ്രീകണ്ഠൻ എം പി പറയുന്നത്. ഞാൻ പറയട്ടെ, ഞാനിപ്പോഴത് കേട്ടത്. ഈ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ ഭാഗത്തിനകത്ത് 100% അവർ പറഞ്ഞത് ശരിയാണ്. എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ കോൺഗ്രസ് ഇതിനകത്ത് മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി എടുത്തിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഒരു നിലപാടെടുത്ത പാർട്ടിയാണ്. ഇടതുപക്ഷം അടക്കം ഇവിടെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇതിനകത്ത് ആദ്യം പറഞ്ഞ ഭാഗം പരാതി കൊടുക്കണമായിരുന്നു. നമുക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാനുള്ള ഫോറമുണ്ട്, കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, അത്തരത്തിൽ പോകണമായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. രണ്ടാമത്തെ ഭാഗം ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ജനപ്രതിനിധി എന്നല്ല, ഏതൊരാൾക്കും ഒരു സ്ത്രീയെയും അപമാനിക്കാനുള്ള യാതൊരു തരത്തിലുള്ള അധികാരം ഇവിടെയില്ല. അത്തരം പരാമർശങ്ങൾ വളരെ മോശമാണ്. അത്തരം പരാമർശങ്ങളിലേക്ക് പോകാൻ പാടില്ല, അത് പിൻവലിക്കണം. ആ പരാമർശം രണ്ടാമത്തെ ഭാഗം അവരുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചോ നിൽപ്പിനെ കുറിച്ചോ നടപ്പിനെ കുറിച്ചോ ഒന്നും പറയാനുള്ള അധികാരം ആർക്കില്ല. അത് പിൻവലിക്കണമെന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അല്ലെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നു? പ്രതിപക്ഷ നേതാവിനെ ഈ വിവരങ്ങൾ അറിയിച്ചിട്ട് അദ്ദേഹത്തിന് ഇന്നലത്തെ പ്രതികരണവും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മെസ്സേജ് അയച്ചാൽ കൊലക്കുറ്റം തൂക്കിക്കൊല്ലാൻ കഴിയില്ല എന്നാണ്, ഞാനൊരു പിതാവിനെ പോലെ അതിൽ ഇടപെട്ടു എന്നാണ്. അപ്പോൾ അതിനുശേഷവും ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ നേതാവിന് കൃത്യമായി സ്ഥാനമാനങ്ങൾ കിട്ടുന്നു, മത്സരിക്കാൻ കഴിയുന്നു എന്നതൊക്കെയാണ് ആ പരാതിക്കാരി ഉയർത്തിക്കാട്ടിയത്. അപ്പോൾ കോൺഗ്രസിൽ ഇതൊരു പരാതിയായിട്ട് വന്നാൽ അത് ഉചിതമായ ഒരു നടപടി പാർട്ടി തലത്തിൽ പോലും എടുക്കാൻ കഴിഞ്ഞില്ല എന്നുകൂടിയല്ലേ ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്? അപ്പോൾ എന്ത് വിലയാണ് ഇത്തരം പരാതികൾ പറയുന്ന ആളുകൾക്ക് പാർട്ടി കൊടുക്കുന്നത് എന്നതാണ് ചോദ്യം. അങ്ങനെയല്ല, താങ്കൾ പറയുന്നതിനകത്ത് താങ്കളുടെ രാഷ്ട്രീയമാണ് ഏറ്റവും പറയാതിരിക്കാൻ കഴിയില്ല. വി.ഡി. സതീശൻ പറഞ്ഞ കാര്യത്തിനോടുള്ള മറുപടിയാണ്. അവര് ഈ പരാതി ഉന്നയിച്ച റിനി പറഞ്ഞ കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വാക്കുകളൊന്നും അതിൽ തിരികിട്ടില്ല. വി.ഡി. സതീശന്റെ നിലപാട് കേരളത്തിൽ പരക്കെ അത് എടുത്തു പറയുന്നതാണ്. കാരണം 24 മണിക്കൂറിനുള്ളിൽ ഒരു വിഷയമുണ്ടായപ്പോ ഒരു MLA ആണ്, പക്ഷെ ഏത് നേതാവിനാണെങ്കിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് വളരെ ശക്തമായൊരു നിലപാടാണ്. കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഞാനിതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷേ മുകേഷ് അടക്കമുള്ളവരുടെ കാര്യത്തിൽ, അതല്ലെങ്കിൽ ഞാൻ ആരുടെ പേര് പറയുന്നില്ല, നിരവധി നേതാക്കൾ അടക്കമുള്ളവരുടെ കാര്യത്തിൽ CPM എടുത്ത നിലപാടുകളും കൂടി താങ്കളെ പോലെയുള്ളവരോട് തിരിച്ചു ചോദിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ഇതിനെതിരെ രംഗത്ത് വരുമ്പോൾ അവർ ആ ചോദ്യങ്ങൾക്ക് ഞാൻ ചോദിച്ചത് പർട്ടിക്കുലർ ഇഷ്യൂ വന്നപ്പോൾ ഇടപെട്ട കാര്യമല്ല. ഒറ്റ സെക്കൻഡ്, ഈ പെൺകുട്ടി ആദ്യം ഈ പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പിതാവിനെ പോലെ ഇടപെട്ടു എന്നാണ്. അന്ന് ഒന്ന് കൃത്യമായി കൺട്രോൾ ചെയ്യാനോ താക്കീത് കൊടുക്കാനോ കഴിഞ്ഞില്ല എന്നതുകൊണ്ടല്ലേ ഈ സംഭവമൊക്കെ നടന്നത്? അത് താങ്കളുടെ രാഷ്ട്രീയം, എനിക്ക് അതിനോട് യോജിക്കാനല്ലോ കഴിയുന്നത്. അതാണല്ലോ പറയുന്നത്. കൃത്യമായിട്ടുള്ള നിലപാട് കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കുന്ന നിലപാട് തന്നെയാണ്. അത് കോൺഗ്രസിന്റെ മുഴുവൻ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് എടുത്തിട്ടുള്ള തീരുമാനവുമാണ്. ഒറ്റയ്ക്ക് ഒരു വ്യക്തി എടുത്തിട്ടുള്ള തീരുമാനമല്ല. ഇത്തരം ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് പാർട്ടി കമ്മീഷനെ വെച്ച് അവരെ അങ്ങ് രക്ഷപ്പെടുത്തുകയും അവർക്ക് മൂടുപടം വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാടും കോൺഗ്രസ് ചെയ്തിട്ടില്ല.
അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കണ്ണിൽ കുത്താനായിട്ട് ഇതൊരു ആയുധമായിട്ട് എടുക്കേണ്ട. VK ശ്രീകണ്ഠൻ MP പറഞ്ഞ വാചകങ്ങൾ പോലീസിൽ പരാതിപ്പെടണമായിരുന്നു എന്നുള്ളത് 100% ഞാൻ അതിനോട് യോജിക്കുകയാണ്. കോടതിയും പോലീസും ഒക്കെ നമുക്ക് വേണ്ടി, ഇത് പാർട്ടി കോടതിയല്ല, ഇത് പാർട്ടി പോലീസ് സ്റ്റേഷനുമല്ല. പക്ഷേ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വിഷയം, അദ്ദേഹം അത്തരത്തിലുള്ള പരാമർശങ്ങൾ അത് രാഷ്ട്രീയ നേതാക്കളോ സാധാരണക്കാരോ മാധ്യമ പ്രവർത്തകരോ ആരും തന്നെ രഹസ്യമായോ പരസ്യമായോ ഒരു സ്ത്രീക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ള എന്റെ നിരീക്ഷണം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ശരി, വളരെ നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ.